അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രം. ഇനി നമ്മൾ ഈ തയ്യാറാക്കുന്ന മസാല നെയ്യിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കണം. അപ്പോൾ ഒരു 2, ഇത് ഉരുക്കിയ നെയ്യല്ലല്ലോ, ഉരുക്കാത്ത നെയ്യല്ലേ, അപ്പോൾ ഉരുകി വരുമ്പോൾ കുറച്ച് കൂടുതൽ കാണും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണിലും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ വേണ്ട, 2 ടേബിൾ സ്പൂൺ മതി. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി അരച്ചത്. അത് 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്. ഗാർലിക് പേസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ എന്ന് പറഞ്ഞാലാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ വെളുത്തുള്ളി അരച്ചതും റെഡിയാണ്. അപ്പോൾ ഗാർലിക് പേസ്റ്റ്, അതായത് വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ വെളുത്തുള്ളി നെയ്യിൽ കിടന്ന് മൂക്കുന്നൊരു മണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു മണമാണ്. നല്ല ഒരു മണമാണ്, നല്ല ഒരു ഫ്ലേവർ. ആ ഒരു മണം വരണം. അപ്പോൾ ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട, പക്ഷേ ഒന്ന് മൂത്ത് കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചേർക്കും. ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, പൊടികളുടെ കൂട്ടത്തിൽ കസൂരി മെത്തി പൗഡറുണ്ട്, അതായത് ഉലുവയുടെ ഇല ഉണങ്ങിയത്, പിന്നെ ഗരം മസാല പൊടിയുണ്ട്, പിന്നെ അല്ലാതെ ഇഞ്ചിയുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇഞ്ചി അരിഞ്ഞ് ചേർത്താൽ മതി, പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക, പിന്നെ തക്കാളി, അത് വളരെ പ്രധാനമാണ്. നല്ല പഴുത്ത തക്കാളി, ഒരു 3 വലുതായാലും കുഴപ്പമില്ല, ഇടത്തരം സൈസാണെങ്കിലും കുഴപ്പമില്ല, 3 ഇടത്തരം മതിയാവും. അപ്പോൾ നല്ല മണം വന്നു, പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതിൻ്റെ കൂടെ പച്ചമുളക് 2 പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, അതിൻ്റെ കൂടെ പച്ചമുളക് 2 എണ്ണം. അതിനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ ഓരോന്നായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടി. തീ അല്പം കുറച്ചിട്ടുണ്ട് ഞാൻ. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, ഇച്ചിരി കളർ വേണം നമുക്ക്. 2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. ഇത്രയും കൂടി ചേർത്തിട്ടൊന്ന് വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ചുവ മാറണം, അത്രേ ഉള്ളൂ. മുളകിൻ്റെ ആക്കെ ഒരു കുത്തലുണ്ടാവുമല്ലോ, മുളക് മല്ലി അങ്ങനത്തെ കാര്യങ്ങൾ, അതൊന്ന് മാറി കിട്ടുമ്പോൾ ഞാൻ ചെറിയ തീയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മൂത്ത് തുടങ്ങിയപ്പോൾ തന്നെ തീ കുറച്ചു. അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇത് 2 ചേർത്തു. അതൊന്ന് വാടി തുടങ്ങിയപ്പോൾ പൊടികൾ 2 എണ്ണം ചേർത്തു, മല്ലിപ്പൊടി മുളക് പൊടി. മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് 3 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്. നല്ല പഴുത്ത ടൊമാറ്റോ ആണ് ഇതിന് നല്ലത്. ഇനി ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഇതൊരു പേസ്റ്റ് രൂപത്തിലാകണം. അതുവരെ ഇത് അടുപ്പിൽ കിടന്ന് വേകണം. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ, നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ ഒരു പാകമാവും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷാർട്ട് മാജിക്.